ഹലോ പ്രൈസിലോട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും വന്നേക്കുവാണ്. നല്ലൊരു സൂപ്പർ ഒരു മീൻകറിയുമായിട്ടാണ് വന്നേക്കുന്നത്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഒരു മീൻകറിയാണ്. ഈ മീൻ നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങളുടെ അവിടെ കൊഴിയാള എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ മീനിന് പറയുന്നതെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഇഷ്ടപ്രകാരം വയ്ക്കുന്ന ഒരു മീൻകറിയാണ്. ഇതിലേക്ക് കടുകും ഉലുവയും ഒരുമിച്ചെടുത്ത് വെച്ചേക്കാണ്. 3 സ്പൂൺ കാശ്മീരി മുളക്, 1 സ്പൂൺ എരിവുള്ള മുളക്, 1.25 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കഴുകി വെച്ചിരിക്കുന്ന ആവശ്യത്തിന് പുളി ആവശ്യത്തിനുള്ള കുടംപുളി എടുത്ത് വെച്ചേക്കുക. 2 സ്ലൈസ് ചെയ്ത തക്കാളി, ഞാൻ ഇങ്ങനെയാണ് സ്ലൈസ് ചെയ്യുന്നത്. പിന്നെ കായം നമുക്ക് ആവശ്യമാണ്. പിന്നെ ചുവന്നുള്ളി വേണം, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം, കറിവേപ്പില വേണം. എന്നിട്ട് നല്ല ചട്ടി എടുത്ത് വയ്ക്കുക, അതിലേക്ക് ഓയിൽ ഒഴിക്കുക. പിന്നെ നിങ്ങൾക്ക് കാണും എന്തൊക്കെയാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത്. കടുക് പൊട്ടിച്ചതിന് ശേഷം ഞാൻ ഉടനെ ഇഞ്ചിയാണ് ഇടുന്നത്. എനിക്ക് ഇഞ്ചി നന്നായിട്ട് മൂത്ത് കിട്ടണം, അതെനിക്ക് നിർബന്ധമാണ്. ബാക്കിയൊന്നും നന്നായിട്ട് മൂത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഇഞ്ചി നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഇട്ട് മൂപ്പിക്കുമ്പം ഇതിലൊരു സീക്രട്ട് ഉണ്ട്. ഞാൻ ഇതിനകത്ത് കുടംപുളി ഇട്ട് എണ്ണയിൽ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കും. അതിനുശേഷം കായപ്പൊടി ഇടാറുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൽ സീക്രട്ട് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ പൊടികളും കട്ട കെട്ടാതെ ഈ ഓയിലിൽ തന്നെ ഇതിൽ തന്നെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു പോവുകയാണ്. അപ്പം എന്നിട്ട് നന്നായിട്ട് കട്ട കെട്ടാതെ വേണം ആ പൊടികൾ ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കാൻ. പലരും പറയാറുണ്ട് അവരുടെ മീൻകറിയിൽ വെള്ളം കൂടിപ്പോകുന്നത്. അപ്പോൾ വെള്ളം കൂടിപ്പോകാതിരിക്കാൻ നമ്മുടെ കണക്കിൽ 1 കപ്പ് വെള്ളം എപ്പോഴും നമ്മുടെ മീനിനകത്തുണ്ടെന്നുള്ളൊരു ബോധം നമുക്ക് വേണം. അതുകൊണ്ട് നമ്മൾ ഈ പൊടികളിലേക്ക് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് വെള്ളം കുറേശ്ശെയായി ഒഴിച്ച് ഉപ്പ് ഇട്ട് തിളപ്പിച്ച് നമ്മുടെ ഗ്രേവി ഒന്ന് നോക്കണം. ഇത്രയും തിക്നെസ് മതിയോ, മീൻ വേകാനുള്ള ഇതും വേണം. അപ്പം തന്നെ നമ്മുടെ മീനിൽ വെള്ളമുണ്ട്. അപ്പം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ആ മീനിലെ വെള്ളവും കൂടെ കണ്ടുകൊണ്ട് ആ ഒരു ഗ്രേവി ഉണ്ടാക്കിയതിന് ശേഷം ഇതിലേക്ക് മീനിടുക. മീനിട്ടതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി ഇടുന്നത്. ടൊമാറ്റോ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തിരിക്കുമ്പോൾ ആ വട്ടത്തിന് കിടക്കുകയും ചെയ്യും, ഒരുപാട് അങ്ങനെ വെന്തു പോകത്തുമില്ല. പക്ഷെ അതിൻ്റെ എസൻസ് എല്ലാം നമ്മുടെ കറിയിൽ പിടിക്കുകയും ചെയ്യും. തക്കാളി കിടക്കുന്ന കാണാനൊരു രസമാണ്. ഈ കറി ചീത്തയായിട്ടൊന്നും പോകത്തില്ല കേട്ടോ. തക്കാളി ഇട്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സ്റ്റൈലിൽ നമ്മൾ മീൻകറി ഉണ്ടാക്കുവാണെങ്കിൽ മീൻ ചീത്തയാകത്തൊന്നുമില്ല. അത്യാവശ്യം പുറത്തിരിക്കും, എങ്കിലും ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും ബാക്കി വന്നാൽ നല്ലത്. കാര്യം മീൻ കിട്ടാത്ത സ്ഥലത്തിലൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഒരാഴ്ചത്തേക്കും ഒക്കെയാണ് മീൻകറി സൂക്ഷിക്കുന്നതെന്ന്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇന്ന് തന്നെ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഡിഷസിൻ്റെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ജീസസ് പ്ലസ് യു.